മുന്നോട്ടുള്ള യാത്രകൾക്ക് ഒപ്പമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. സോറി സാർ, മരുന്ന് വയ്ക്കണോ? സാറിനെ ഉമ്മയുടെ ഓർമ്മയിലേക്ക് പോയത് കൊണ്ടായിരിക്കും. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് തവണ MLA ആയതാണ്, 2 തവണ മന്ത്രിയായതാണ്. അത് മാത്രവുമല്ല, ഒരു മുഖ്യമന്ത്രിയുടെ മകനാണ്. CH എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ മകനാണ്. ആ മകനാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ, അതായത് കരയുന്നത്. എന്താ കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കടങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം കരയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയെ ഓർത്തത് കൊണ്ടാണ്. ഉമ്മയെ ഓർക്കാനുള്ള കാരണം എന്താണ്? അതായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഒരു കല്യാണത്തിന് എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇല്ലാത്തപ്പോഴേ മറ്റൊരു വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ടാണ് പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു മന്ത്രിയായ ഒരു വലിയൊരു നേതാവിൻ്റെ മകൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ആ നേതാവ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു വസ്തു പോലും അന്യൻ്റെത് സമ്പാദിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു. ഒരു ജോലിക്കും പോകാതെ രാഷ്ട്രീയ നേതാക്കന്മാർ നല്ല നിലയിൽ, നല്ല വീട്ടിൽ, അതുപോലെ തന്നെ അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ വലിയ വലിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും ഉണ്ട്. ഒരുപാട് പേർക്ക് ബിസിനസ് ഉണ്ട്, ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമ്പാദ്യങ്ങളുണ്ട്. സമ്പാദ്യങ്ങളില്ലാതെ ആരും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചില മുനീർ സാഹിബിനെ പോലെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതായത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും CPM എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഒരു രൂപ പോലും മറ്റുള്ളവൻ്റെത് വേണ്ട എന്ന് വെക്കുന്നവരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നമ്മൾ പുച്ഛത്തോടു കൂടിയാണ് കാണുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളെ മന്ത്രിയായിരുന്നില്ലടോ, ഒരുപാട് നാളെ MLA ആയിരുന്നില്ലേ, എന്നിട്ടെന്താ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല കുടുംബത്തിന് വേണ്ടിയിട്ട്? അതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനസേവകൻ തന്നെയാണ്. ആ ജനസേവകനായിട്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു രൂപ പോലും വാങ്ങിക്കത്തില്ല. പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് കണ്ണൂർ ജില്ലയിൽ. അയാളുടെ ഒരു ചെറുപ്പകാലത്തെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ബീഡി തൊഴിലാളികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയമാണ്. കയ്യിൽ 5 പൈസയില്ല. പിറ്റേന്ന് ഓണമാണ്. ഓണം ഉണ്ടെങ്കിൽ തന്നെ പൈസയില്ല. അങ്ങനെ അവിടെയുള്ള തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. നമ്മുടെ പന്ന്യൻ സഖാവിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അവർക്ക് കിട്ടിയ പൈസയിൽ നിന്നും ബോണസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയ പൈസയിൽ നിന്നും ഒരു തുക എടുത്തിട്ട് പന്ന്യൻ രവീന്ദ്രന് കൊടുക്കുന്നു. ഇദ്ദേഹം ഇതും കൊണ്ട് നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നു. അമ്മ പറഞ്ഞു, മോനെ, ഒരു ജോലിക്കും പോകാതെ പൊതുപ്രവർത്തനമായി നടക്കുന്ന നിനക്ക് എവിടെ നിന്നാണ് ഈ പൈസ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അമ്മയോട് കാര്യം പറഞ്ഞത്, അമ്മേ, ഇത് എനിക്ക് ഇതുപോലെ തൊഴിലാളികൾ തന്നതാണ്, തൊഴിലാളികൾ പിരിച്ചു തന്നതാണ്. അപ്പോൾ ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൈസ നീ എത്രയും പെട്ടെന്ന് അവർക്ക് തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് നിന്റെ പൈസയല്ല. നീ പ്രവൃത്തി ചെയ്യുന്നത് നിനക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നീ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് തുടങ്ങണം. ഇപ്പോഴും നീ ജനസേവകനാണ്, ആ ജനസേവനമാണ് ചെയ്യേണ്ടത് എന്നാണ് ആ അമ്മ പറഞ്ഞത് പന്ന്യൻ രവീന്ദ്രനോട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിമുഖം കണ്ടു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഭാര്യനെ കൊണ്ട് താമസിപ്പിച്ച് കഴിഞ്ഞാൽ പന്ന്യൻ രവീന്ദ്രൻ സാറ് പറയുന്നയാ, ഭാര്യനെ കൊണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചാൽ വലിയൊരു വീടെടുക്കണം, പിന്നെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചെന്ന് പറഞ്ഞാൽ ചിലവുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഭാര്യ ഇപ്പം നാട്ടിൽ തന്നെയാണ്, ഞാൻ ഇവിടെയാണ്, ഞാൻ വല്ലപ്പോഴും അങ്ങോട്ട് പോകും. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അന്യന്റെ കയ്യിൽ നിന്നും ഒരു നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാത്ത നേതാക്കന്മാർ. അപ്പൊ ഇങ്ങനെയുള്ള നേതാക്കന്മാരെയൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും അഞ്ചനാടെ MP ആയി ഇരുന്നിട്ട് പോലും ഒന്നും ഉണ്ടാക്കിയില്ല പോലും. ഇതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് മുനീർ സാഹിബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ. നമ്മളെല്ലാവരും കേട്ടത് എന്താ? അയ്യോ, മുനീർ സാഹിബ് ഭയങ്കരമായിട്ടുള്ള പൈസക്കാരനാണ്, അയാൾക്ക് കുറേ സ്വത്തുക്കളുണ്ട്, അയാൾക്ക് കുറേ ബിസിനസ് ഉണ്ട്, കുറേ ബിനാമി ഉണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ നിക്ഷേപമുണ്ട്, ആ കമ്പനി കണ്ട, ബസ് കണ്ട, ആശുപത്രി കണ്ട, ഇത് കണ്ട, ഇതൊക്കെ മുനീർ സാഹിബിൻ്റെ അന്ന് നിങ്ങൾ എന്തെന്നാ പറയുന്നത്? അയാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? പക്ഷേ ഈ ഒരു സംഭവം വന്നതിൽ പിന്നെ അദ്ദേഹത്തെ വിളിച്ച് എല്ലാവരും മാപ്പ് പറയുകയാണ്. കാരണം പറയുന്നല്ല, അത് രാഷ്ട്രീയ ഭേദമേന്യേ,
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞ എല്ലാവരുമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ പിണറായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൽ തന്നെ ആയിരിക്കണം. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ അത് ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല പറയുന്നത്, അതായത് വാക്പോരുകൾ നടത്താം എന്നല്ലാതെ മറ്റുള്ള തരത്തിലൊന്നും പോകരുത്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കടം വന്നു കഴിഞ്ഞാലോ എന്ത് വന്നു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാലോ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും, അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാടിൻ്റെ ഐക്യവും കാര്യങ്ങളൊന്നും ഒരിക്കലും തകർക്കരുത്. മുനീർ സാഹിബിനെ പോലെയുള്ള ആൾക്കാരുടെ കണ്ണുനീര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല മനുഷ്യരുണ്ട്, നല്ല രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, നല്ല ആൾക്കാരുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏതായാലും കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ട് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ലോൺ എടുക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഇത് ആരും അറിയരുത് എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ഒരു കടമുണ്ട് എന്നുള്ളത് നമ്മളൊരു കുറച്ച് ആളുകളെ വിളിച്ചിട്ട് എനിക്ക് ഒരു ബാധ്യതയുണ്ട് എന്ന് പറയുന്നതോടുകൂടി നമ്മളുടെ കടബാധ്യത മറ്റുള്ളവരെ അറിയാനുള്ള സാധ്യതയുണ്ട്. അതറിയാതിരിക്കാനാണ് ബാങ്കിൽ നിന്ന് എടുത്തത്. പക്ഷേ ബാങ്കിൽ എടുത്തപ്പോൾ ഇത് ലോകം മുഴുവൻ അറിഞ്ഞു. സാർ, ഇപ്പം ഞാൻ ഈ ലീഗ് ഹൗസിലും സാറിനെ കാണുമ്പോൾ ചുറ്റും ചെയ്യുന്നതോടുകൂടി പിന്നെ നമ്മൾ ഈ സാമ്പത്തിക ഇടപാട് വരുന്നതോടുകൂടി ബന്ധങ്ങൾ വലയും. അപ്പം അതുകൊണ്ട് കഴിയുന്നത്ര സൗഹൃദങ്ങൾ അതേപോലെ തന്നെ ഊഷ്മളമായി നിലനിർത്തുക. അവരോട് ചോദിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ബാങ്കിനെ പോലും സമീപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതോടുകൂടി പിന്നെ നമ്മളുടെ ഒരു വ്യക്തിത്വം, ഞാൻ MK മുനീറിനില്ല. പിന്നെ എനിക്ക് എൻ്റെ പിതാവിൻ്റെ പേരൂടി പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് പരമാവധി ഞാൻ അത്തരം കാര്യങ്ങളിൽ വിട്ടു നിൽക്കാനാണ് ശ്രമിക്കാറുള്ളത്. മണി മാനേജ്മെൻറ്റിൽ വന്നൊരു വീഴ്ചയാണോ ശരിക്കും? സത്യത്തിൽ മണി മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് കുടുംബത്തിന് പറ്റിയതല്ല. ഞങ്ങൾക്ക് കച്ചവടം എന്ന് പറയുന്നത് എൻ്റെ വാപ്പക്കും അറിയില്ലായിരുന്നു, എനിക്കും ഈ കച്ചവടം അറിയില്ല. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കച്ചവടക്കാരനാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ കർക്കശമായ നിലപാടുകളൊക്കെ എടുക്കേണ്ടി വരും. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രകൃതം അതല്ല. നമുക്ക് കടുകട്ടിയായിട്ട് ആരോടും മറുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ അതായത് ഇദ്ദേഹത്തിന് കടം വന്നപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതമാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കട എടുക്കുമ്പോഴേ എല്ലാവരും അറിയില്ലേ, പിന്നെ കട എടുത്തിട്ട് പോകണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിമർശനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് മുനീർ സാഹിബ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും കടം വാങ്ങിക്കാറുണ്ട്. വീട് വെക്കുമ്പോഴായാലും കല്യാണം നടത്തുമ്പോഴായാലും വാഹനം വാങ്ങിക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ കടം വാങ്ങിക്കാറുണ്ട്. കടം നമ്മൾ അടച്ചു തീർക്കാറുമുണ്ട്. അടച്ചു തീർക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ബാങ്ക് നമുക്ക് കടം തരുന്നതും ഉള്ള കാര്യം പറയുന്നതിന് എന്താ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ വരാം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ കടം അങ്ങനെ അങ്ങ് പെൻഡിങ്ങിലായിപ്പോയി. പിന്നീട് അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇത് പോയി പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തെത്തി അതിലൊന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ തീരെ നിവൃത്തിയില്ലാത്തപ്പോൾ ബാങ്ക് വഴി തന്നെയാണ് ഇത് പുറത്തെത്തിയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് കച്ചവടം അറിയില്ല. ശരിയാണ്, ഇദ്ദേഹത്തിനും അറിയില്ല, ഇദ്ദേഹത്തിൻ്റെ പിതാവിനും അറിയില്ല, ആർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കച്ചവടം അറിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ രാഷ്ട്രീയം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടമാക്കുമായിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ രാഷ്ട്രീയക്കാരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അവൻ്റെ കുടുംബത്തിന് വേണ്ട ഒന്നുമില്ലെങ്കിൽ ആർക്കും ഒരു ജോലിയെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. കാരണം അവർക്കും ജീവിക്കണം, അവരുടെ കുറ്റമൊന്നും പറയുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആകരുത്. ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയിൽ നിന്നെങ്കിലും ഒരു പങ്ക് അധികം മാറ്റി വെക്കണം, അതാണ് വേണ്ടത്. പക്ഷെ അത് മുനീർ സാഹിബിനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അതാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്. ഇത്രയും കാലം മന്ത്രിയായതല്ലേ, MLA ആയില്ലേ, ഇങ്ങർക്ക് മതിയായില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന വിമർശിക്കുന്ന ആൾക്കാർ ഒന്ന് TV വെച്ച് നോക്കുമ്പോൾ ഞാൻ തിരിച്ചടക്കാമെന്ന് വിശ്വസിച്ചാണ് കരുതിയാണ് ആ ലോൺ എടുത്തത്. പക്ഷേ സാമ്പത്തിക സ്രോതസ്സ് അതിനെ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ
അത് പറയുമ്പോൾ വരെ ഇപ്പം എന്താ പറയാ, കണ്ണ് നിറയുന്നു എന്നുള്ളത് അത്രയും കുട്ടിക്കാലത്ത് മുതൽ താങ്കൾ മുനീർ എന്നൊരു നേതാവിനെ കാണുന്നതുകൊണ്ടാണ്. ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം അതിൽ ആരെങ്കിലും വിളിച്ച് തെറ്റ് പറ്റിപ്പോയി നിങ്ങളെ ജഡ്ജ് ചെയ്തതിൽ തീർച്ചയായും പറഞ്ഞോ? ഇഷ്ടംപോലെ ആളുകൾ വിളിച്ചു എന്ന് മാത്രമല്ല, ചിലവർക്ക് വിളിക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് അവർ മെസ്സേജിലൂടെ എനിക്ക് മാപ്പാക്കണം, ഞാനും ആ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി പോയി, ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെങ്കിലും ഈ സത്യം എപ്പോഴും മൂടി വെക്കപ്പെടില്ലല്ലോ, എന്നെങ്കിലും അത് മറന്നീക്കി പുറത്തു വരും. ഇനിയും പല സംശയങ്ങളുള്ള ആളുകൾ ഇനിയും ഉണ്ടായേക്കാം, അതൊക്കെ അവൻ്റെ ഒരു നാടകമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇനിയും ഉണ്ടായേക്കാം. എൻ്റെ പിതാവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് മനസ്സിലാക്കിയത് അദ്ദേഹം ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഒരു കുപ്പായം പോലും കൃത്യമായി വാങ്ങിത്തരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ 2-3 യൂണിഫോമും ചിലപ്പോൾ 2 യൂണിഫോം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണത്തിന് പോകണമെങ്കിൽ ഉമ്മ അടുത്ത വീട്ടിൽ നിന്ന് കുപ്പായം കടം വാങ്ങിയിട്ട് എന്നെ ഉടുപ്പിച്ച് പോയിട്ടുണ്ട്. അന്നൊക്കെ അപ്പോൾ MLA യും മന്ത്രിയും ഒക്കെയാണ്. അപ്പോൾ ഇതൊരു പരിശീലനം കൂടിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിനക്ക് ഈ ഒരു മണിമാളികയിൽ നിന്നും ഒരു വാടക വീട്ടിലേക്ക് മാറാൻ ഒറ്റ നിമിഷത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പാഠം ചെറുപ്പത്തിലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പളവളപ്പിൻ്റെ പിന്നാലെ ഒന്നും പോയിട്ടില്ല. അതായത് അദ്ദേഹം പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു സംഭവം, അതായത് മുനീറിന് അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ബിസിനസ് ഉണ്ട്, ബിനാമിയാണ്, അദ്ദേഹം ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവര് പിന്നീട് അദ്ദേഹത്തോട് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് സോറി ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു, താങ്കളുടെ സ്ഥിതി ഇതാണെന്ന് അറിയില്ലായിരുന്നു. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പലരുടെയും വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ വെളിയിൽ വരിക. പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലൊരു വാർത്ത വരികയും ആ വാർത്ത വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ നൊമ്പരങ്ങൾ, അതായത് ഓരോരാളുടെയും ഉള്ളലിയിക്കുന്ന നൊമ്പരങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നു. അതായത് മുനീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിം ലീഗ് നേതാവാണ് എന്നത് കഴിഞ്ഞതിന് ശേഷം ജനഹൃദയങ്ങളിൽ, അതായത് രാഷ്ട്രീയ ഭേദമേന്യെ അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ജാതി മത ഭേദമേന്യെ രാഷ്ട്രീയ ഭേദമേന്യെ എല്ലാവരുടെയും മനസ്സിലാണ് കൊണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, മന്ത്രിയാണ്, MLA ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാപ്പയാണെങ്കിൽ അതിലും വലിയ നേതാവാണ്. എന്നിട്ടും ഇദ്ദേഹത്തിന് സംഭവിച്ചത് അതാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോഴും തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മറ്റുള്ളവരെ കാര്യങ്ങളെ. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ വരുമ്പോഴോ മുനീറ ഞാൻ തന്നെ അതിശയപ്പെട്ടു വരുന്നു. കാരണം ഇങ്ങേരാണോ പറയുന്നത്, ഇങ്ങേരുടെ ഡോക്ടർ പദവിയും കാര്യങ്ങളും ഇതും എല്ലാം ഉണ്ട് ഇങ്ങേരൊക്കെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു മനുഷ്യൻ കടക്കാരനായി വന്ന് കരഞ്ഞു പറയുമ്പോഴേ ശരിക്കും ആരെയും ഉള്ളങ്ങ് ഒലഞ്ഞു പോകും എന്നുള്ളതാണ്. അടുത്ത കേട്ടിട്ട് വരെ MK മുനീർ, പിതാവ് മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് അവൻ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും. ബാബു ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് ബാപ്പ മരിക്കുന്നത്. അപ്പോൾ ആ മന്ത്രിസഭയുടെ ഒരു തീരുമാനമാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് എൻ്റെ ഗതി മാറ്റിയത് സത്യത്തിൽ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഡോക്ടറെ ഇങ്ങനെ ആ വഴിക്ക് ഇവിടെ വന്നപ്പോഴേ എൻ്റെ നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ വാപ്പയുടെ അഭാവത്തിൽ കോർപ്പറേഷനിൽ ആദ്യം മത്സരിപ്പിച്ച്, പിന്നെ യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാക്കി. പിന്നെ 91 ഞാൻ പിന്നെ നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നു. എൻ്റെ 29ാമത്തെ വയസ്സിൽ MLA ആവുന്നു. എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയമാണത്. 91 മെയ് 10 എൻ്റെ കല്യാണം. രാജീവ് ഗാന്ധി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന അതേ ദിവസമാണ്, മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്. അതെ. എന്നിട്ട് ഞാൻ എൻ്റെ നിക്കാഹിന് ഞാൻ എത്തുന്നത് ഗസ്റ്റായിട്ടാണ് വീട്ടിൽ.
ശാബ്ദങ്ങളൊക്കെ അപ്പോൾ അവിടെ എന്നെ കാത്തിരിക്കുകയാണ്. പ്രചരണം അവസാനിക്കുന്ന ദിവസം എനിക്കൊരു പനി വന്നു. ഞാൻ കാലിക്കറ്റ് നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റായി. രാവിലെ എഴുന്നേറ്റപ്പം രാജീവ് ഗാന്ധി മരിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പിന്നെയും നീട്ടി, 14 ദിവസമായിട്ട്. കല്യാണം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു അവളുടെ അടുത്ത് ഒരു ദിവസം പോയി എന്നുള്ളതല്ലാതെ പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അതായത് 29ാമത്തെ വയസ്സിൽ MLA ആയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരരുത് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നു. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം, അതായത് താൻ നേരിടുന്ന കഷ്ടപ്പാടുകൾ ഇതിനു മുന്നേ തന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മന്ത്രി സഭയെല്ലാം കഴിഞ്ഞ്, അതായത് അദ്ദേഹം രാജിവെച്ച് പുറത്തിങ്ങനെ ഒരു ബാഗും കൊണ്ട് നിൽക്കുന്നു. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോൺ, CP ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇപ്പോഴത്തെ CP ജോൺ ഇപ്പോഴത്തെ അതായത് ബേബി ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ നമ്മുടെ ഷിബു ബേബി ജോണിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു 100 രൂപയുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ 100 രൂപ കടം വാങ്ങിച്ചു പോയ ഒരു മന്ത്രിയുടെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വരരുത്, ഈ കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിചാരിച്ചത് ഇവനൊരു ഡോക്ടറായിട്ട് എങ്ങനെയെങ്കിലും മാറണം എന്ന്. പക്ഷേ എന്താ പറയേണ്ടത്, ആ ഒരു പിന്നീട് എന്ന് പറഞ്ഞാൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പഠിത്തത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോൺഗ്രസ് മുൻകൈ എടുത്തിട്ടാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ച കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആ 29ാമത്തെ വയസ്സിൽ MLA പദവി കിട്ടിയതൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് അദ്ദേഹം ഒരുപാട് തവണ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ഓർക്കാൻ പാടില്ല, അതവിടെ തീരണം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും, നമ്മൾ അവനോട് ഇതൊക്കെ ചെയ്തിട്ട് അവൻ നമ്മളോട് ഇത് ചെയ്തല്ലോ എന്നുള്ള തരത്തിൽ. കാരണം ഇദ്ദേഹത്തിൻ്റെ ബാപ്പയായാലും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മുനീർ സാഹിബ് ഇതെല്ലാം തുറന്നു പറയുകയാണ് വേണ്ടത്. കാരണം ഇനി വരുന്ന പൊതുസമൂഹത്തിന്, ഇനി വരുന്ന ആൾക്കാർക്ക്, തലമുറകൾക്കൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉണ്ടായിരുന്നു എന്ന് ഇതാക്കുന്ന തരത്തിൽ തന്നെ താങ്കളുടെ സംഭാവനകൾ വലുത് തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ബാപ്പ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുനീർ സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മന്ത്രിയായാലും MLA ആയാലും അറിയപ്പെടുന്നതിനും കൂടുതൽ ആൾക്കാർ നെഞ്ചിലേറ്റിയത് ഈ ഒരു കടത്തിൻ്റെ ആ ഒരു പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇങ്ങനെയും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തന്ന ഒരു സമയമായിരുന്നു ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ മരണശേഷം നമ്മൾ ഒരുപാട് പേരുടെ ആ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലരും ഇടതുപക്ഷ നേതാക്കളായാലും, ഇപ്പോൾ കോടിയേരി ആയാലും, ഉമ്മൻചാണ്ടി ആയാലും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ BJPയുടെ KG മാരാറായി കഴിഞ്ഞാലും ഇവരെല്ലാവരും മരിച്ചതിന് ശേഷം തന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾ, ഇവർ ചെയ്ത ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളെ മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ മുനീർ സാഹിബിന് ഉണ്ടായ ചില കാര്യങ്ങൾ വരുമ്പോഴേ അദ്ദേഹം ഇങ്ങനെയും മനുഷ്യർ ജീവിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജാതി മതത്തിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ജാതി ഭ്രാന്തന്മാരുണ്ടാകും, മതഭ്രാന്തന്മാരുണ്ടാകും, പിന്നെ നല്ല രാഷ്ട്രീയ ഭ്രാന്തന്മാരുണ്ടാവും, അന്തങ്ങളുണ്ടാവും, അതെല്ലാം വിട്ടുകളാ. പക്ഷെ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വിഭാഗം ജീവിക്കുന്നുണ്ട്. അതായത് മനുഷ്യജീവികൾ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. ആ മനുഷ്യജീവികളാണ് നമ്മളെല്ലാവരും മനുഷ്യജീവികളായിട്ട് തന്നെ പ്രവർത്തിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാം നമ്മളെ ചാനൽ കേട്ടോ, ഹൈപ്പ് ചെയ്യണം. ബൈ ബൈ.